ഇന്നൊരു മീനച്ചാറിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള മീനിലോട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ മസാല നമ്മൾ ഓവറായിട്ട് ചേർക്കല്ലേ, ജസ്റ്റ് ആ ഒരു മീനിൻ്റെയൊക്കെ മുകൾ ഭാഗത്ത് ഒരു കോട്ടിങ് വരത്തക്ക രീതിയിൽ മാത്രം നമ്മൾ ആ ഒരു മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ആ ഒരു കടായിലോട്ട് ആവശ്യം പോലെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നല്ലെണ്ണ എടുത്താലും മതിയാകും. ഇതിലേക്ക് ഒരു ബൗൾ നിറച്ചും വെളുത്തുള്ളി ക്ലീൻ ചെയ്തതും അതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അതേ സെയിം ഓയിലിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടില്ലേ ആ ഒരു ഫിഷ്, അതും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് നല്ല ഡ്രൈ ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടൊന്ന് അതും എടുക്കാം. അപ്പോൾ കുറച്ച് ചേർത്ത് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് ഈ ഒരു പാകത്തിനൊന്ന് ഫ്രൈ ചെയ്തിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെയിം ഓയിലിലേക്ക് തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതൊന്ന് മൂത്ത് തുടങ്ങിയതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും 1-1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തെടുക്കാം. കുറച്ച് 1/2 ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്തെടുക്കാം. ആ ഒരു പൊടികളൊക്കെ ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി വന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മീൻ കഷ്ണം കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പോളം വിനാഗിരിയും അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം ഒരു നല്ലെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്കിതൊരു ഗ്ലാസ് ജാറിലോട്ട് മാറ്റി സൂക്ഷിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം.